കമൽ നമസ്കാരം. ഈ ബെയിലി പാലം നിർമ്മാണമാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന്. കാരണം ഈ നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ യന്ത്ര സാമഗ്രികൾ അപ്പുറത്തേക്ക് എത്തിക്കാനാവൂ, കൂടുതൽ കാര്യക്ഷമമായ തെരച്ചിലും നടത്താനാവൂ എന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? എപ്പോഴേക്കും പൂർത്തിയാകുമായിരിക്കും? മോത്തി, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടുകൂടി ഈ പാലം പൂർത്തിയാകുമെന്നാണ്. എന്തായാലും സൈന്യം നിർത്താതെ ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ 5 മണിക്ക് എത്തുമ്പോഴും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്ര സഹായമുണ്ട്, 2 കരയിലും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി സൈനികരാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം രാവിലെ ഒരു താൽക്കാലിക പാലം കൂടി അതിനോട് ചേർന്ന് പൂർത്തിയാക്കി. നമുക്കറിയാം, മിനിഞ്ഞാന്ന് വൈകിട്ടുണ്ടാക്കിയ താൽക്കാലിക പാലം ഇന്നലെ തന്നെ അപകടകരമായ സ്ഥിതിയിലായിരുന്നു. ഇന്ന് പക്ഷേ അവർ കുറച്ചുകൂടി ഉറപ്പുള്ള രീതിയിൽ ഇരുമ്പിൻ്റെ ബീമുകളും ചെറിയ ബീമുകളും തൂണുകളും അതുപോലെ മുകളിൽ പ്ലാറ്റ്ഫോമും ഇട്ട് ഒരു 2 പേർക്ക് ഒരുമിച്ച് ധൈര്യമായി കടന്നു പോകാവുന്ന 2 പേർക്ക് നടന്നു പോകാവുന്ന വീതിയുള്ള ഒരു പാലം ഒരുക്കിയിരിക്കുന്നു. ബെയിലി പാലത്തിന് തൊട്ടടുത്ത് തന്നെ. അതിലൂടെയാണ് രക്ഷാപ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ ഇന്ന് മുണ്ടക്കൈയിലേക്ക് കടന്നുപോയത്. കുറച്ച് രക്ഷാപ്രവർത്തകർ ആദ്യം ഈ പാലം പൂർത്തിയാകുന്നതിന് മുൻപ് പഴയ താൽക്കാലിക പാലത്തിലൂടെ തന്നെ പോയിരുന്നു. പക്ഷേ അത് സൈന്യം തടയുന്നുണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തകരും സൈനികരും ഒരുപാട് പേർ മറുകരയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് തന്നെ അവർ എത്തിയിട്ടുണ്ടാകും. അതിന് പുറമെ ഇപ്പോൾ അട്ടമലയ്ക്ക് പോകുന്ന റോഡുണ്ട്. ഈ പാലത്തിന്റെ അക്കരെ നിന്നാണ് അട്ടമലയിലേക്കുള്ള റോഡ്. ആ റോഡിന് സൈഡിലുള്ള തേയിലത്തോട്ടത്തിൽ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും. മഞ്ഞ കോട്ടിട്ട രക്ഷാപ്രവർത്തകർ തേയിലത്തോട്ടത്തിൽ, ആ തേയിലത്തോട്ടത്തോട് ചേർന്നൊക്കെയാണ് പുഴ അന്ന് ഒഴുകിയത്. അത്രയും വീതിയിൽ അട്ടമല റോഡിനെ മൂടിയാണ് ഈ ഉരുൾപൊട്ടി ഒഴുക്കുണ്ടായത്. അവിടെയൊക്കെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആരുടെയെങ്കിലും ശരീരങ്ങളെങ്ങാൻ അതിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് തെരയുന്നുണ്ട്. അട്ടമലയിലേക്കുള്ള റോഡും ഏതാണ്ട് മണ്ണ് മൂടിയ അവസ്ഥയിലാണ്. മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ആ KSRTC ബസ് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിന് തലേന്ന് രാത്രി ആ ബസ്സിൻ്റെ ദൃശ്യം ദൂരെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ ചൂരൽമലയിലേക്ക് സ്റ്റേ സർവീസാണ്. രാത്രി ഇവിടെ വന്ന് കിടക്കുന്ന ബസ് രാത്രി അവിടെയാണ് സൈഡാക്കുന്നത്. അവിടെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും താമസിക്കാനുള്ള സൗകര്യം നാട്ടുകാർ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ആ ബസ് ഉള്ളത്. അത് അട്ടമലയിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ ബസ് നിർത്തിയിരുന്നു. ആ ബസ് അവിടെ എത്തിയതിനു ശേഷം അർദ്ധരാത്രിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. എന്തായാലും ബസ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതിന് ഇപ്പുറത്താണ് ഈ നേരെ പാലം കടന്ന് നേരെ പോകുന്നതാണ് മുണ്ടക്കൈക്കുള്ള റോഡ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. ഇപ്പോഴും ഈ താൽക്കാലിക ചെറിയ പാലത്തിലൂടെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു ബുദ്ധിമുട്ട് ഇന്നില്ല മോത്തി. ഇന്നലെ മണിക്കൂറുകൾ കാത്തു നിന്നാണ് ആളുകൾ ആ താൽക്കാലിക പാലത്തിലൂടെ കടന്നത്. ഇപ്പോൾ സുഗമമായി രക്ഷാപ്രവർത്തകർക്കും സൈനികർക്കും മറ്റ് മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ അക്കരയ്ക്ക് കടന്നു പോകാനുള്ള ഒരു നടപ്പാലം സൈന്യം രാവിലെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം വാഹനങ്ങളും ട്രക്കുകളും കടത്താവുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മോത്തി.